بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ ഇഷ്ടജനങ്ങളിൽ ഉൾപ്പെടുത്തുകയും അല്ലാഹുവിനെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിക്കുന്ന, വഴിപ്പെടുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, ആ മാസത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് മഹാനായ പ്രവാചകന്റെ മൗലിദ് പാരായണങ്ങളും അന്നദാനങ്ങളും ഘോഷയാത്രയും തുടങ്ങിയ സൽക്രമങ്ങളിൽ വ്യാപൃതരായവരാണെന്ന അതിനുശേഷം മഹാനായ പ്രവാചകനെ വിസ്മരിക്കുന്ന, പ്രവാചകന്റെ സുന്നത്തുകളെ അവഗണിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അനുസരിക്കണം, വഴിപ്പെടണം എന്നാണ് അല്ലാഹുവിൻ്റെ കൽപ്പന. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. സൂറത്തുൽ ഹശറിലെ 7-ാമത്തെ ആയത്ത്. ആ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് എന്തു കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളോട് ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് നിരോധിച്ചോ അത് നിങ്ങൾ വർജിക്കണം. ഇതാണ് പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പന. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഖ്ലീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഫിൽ ആയത്തി, ഈ ആയത്തിലുണ്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ആയത്തിലുണ്ട്, ഉജൂബു ഇംതിസാലി അവാമിരിഹി, അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകന്റെ കൽപ്പനകളെ അനുസരിക്കൽ നിർബന്ധമാണ് എന്നുണ്ട്. പ്രവാചകന്റെ കൽപ്പനകളെ അനുസരിക്കൽ നിർബന്ധമാണ് എന്നാണ് ഈ ആയത്തിലുള്ളത് എന്ന് മഹാൻ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. ഉലമാക്കൾ വഖാലൽ ഉലമാ പറയുന്നു, വകുല്ലു മാ സബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് സ്ഥിരപ്പെട്ടതെല്ലാം, യസിഹു അൻ യുഖാല ഫീഹി, അതിലെല്ലാം തന്നെ പറയപ്പെടൽ ശരിയാകും. നബിതങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട എല്ലാ കാര്യത്തിലും പറയാൻ പറ്റും. ഇന്നഹു ഫിൽ ഖുർആനി, തീർച്ചയായും അത് ഖുർആനിലുള്ളതാണ് എന്ന് പറയാൻ പറ്റും. അഹദം മിൻ ഹാദിഹിൽ ആയത്തി, ഈ ആയത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട്, ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് നബിതങ്ങളിൽ നിന്നും എന്തെല്ലാം സ്ഥിരപ്പെട്ടോ ആ സ്ഥിരപ്പെട്ട കാര്യങ്ങളിൽ അത് ഖുർആനിലുള്ളതാണ് എന്ന് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സ്ഥിരപ്പെട്ടതെല്ലാം ഖുർആനാണ് എന്ന അർത്ഥത്തിലല്ല, പക്ഷേ ഖുർആനിലെ ആശയമാണ്. നബിതങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടത് അത് ഖുർആനിൻ്റെ ആശയമാണ്, ആദർശമാണ്, ഖുർആന്റെ കൽപ്പനയാണ്. കാരണം അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ഈ പറഞ്ഞ ആയത്ത് കൂടാതെ റസൂൽ കൊണ്ടുവന്നതെല്ലാം നിങ്ങൾ സ്വീകരിക്കണം, നിരോധിച്ച് നിങ്ങൾ വർജിക്കണമെന്ന ഈ ആയത്തല്ലാതെ മറ്റൊരു ആയത്ത് കേൾക്കാം, വമാ യന്തിഖു അനിൽ ഹവ, നബിതങ്ങൾ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചു കൊണ്ട് പറയൂല. മതപരമായ കാര്യങ്ങൾ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചുകൊണ്ട്, ശരീരച്ഛയ്ക്ക് അനുസരിച്ചുകൊണ്ട് പറയൂല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ, നബിതങ്ങൾ പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വഹി അനുസരിച്ച് മാത്രമാണ് എന്ന് സൂറത്തു നജ്മിലെ 3-4 ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നബിതങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ
അള്ളാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്തത് കൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, സ്വന്തം ഇഷ്ടം അനുസരിച്ചു കൊണ്ട് പറയുന്നതല്ല. അപ്പൊ ഖുർആനിലുള്ള അതേ ആശയം തന്നെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സ്ഥിരപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഖുർആനിലുള്ളതാണ് എന്ന് പറയാം, പക്ഷെ ഖുർആനാണെന്ന് മനസ്സിലാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനീയ പ്രവാചകൻ കൊണ്ടുവന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞ മറ്റൊരു ഭാഗത്ത് കാണാം, സത്യനിഷേധികൾ അവർ പറയുമായിരുന്നു, മാ നഅബുദുൽ അസ്നാമ, വിഗ്രഹങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഇല്ലാ ഹുബ്ബൻ ലില്ലാഹി, അള്ളാഹുവിനോടുള്ള ആ സ്നേഹത്തിന്റെ പേരിൽ മാത്രമല്ലാതെ. അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്നത്. ലി യുഖർരിബൂന ഇലൈഹി, ആ വിഗ്രഹങ്ങൾ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് എന്ന് പറയുന്ന സത്യനിഷേധികളോട് നബിയെ തങ്ങൾ പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനുള്ള സ്നേഹത്തിന്റെ പേരിലാണ്, ആ പേരിൽ അള്ളാഹുവിനുള്ള സ്നേഹത്തിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക, എന്നെ നിങ്ങൾ പിൻപറ്റണം, അനുസരിക്കണം. എന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ എന്നെ പിൻപറ്റിയില്ല എങ്കിൽ നിങ്ങളെ അള്ളാഹ് സ്നേഹിക്കൂല. അപ്പൊ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചത് കൊണ്ട് കാര്യമില്ല, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു അറിയിച്ചതിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ വിഗ്രഹങ്ങളെ ആരാധിക്കുക അത് യഥാർത്ഥമായിട്ടുള്ള ആരാധനയല്ല. അള്ളാഹിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹിനോടുള്ള യഥാർത്ഥമായ സ്നേഹമല്ല. അള്ളാഹുവിനോടുള്ള യഥാർത്ഥമായ സ്നേഹമാണെങ്കിൽ എന്നെ പിൻപറ്റണം. അപ്പോൾ നിങ്ങൾ ആരാധിക്കൂല, വിഗ്രഹങ്ങളെ ആരാധിക്കൂല. അപ്പോഴേ അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങൾക്കുണ്ടാകും എന്ന് നബിയെ തങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നബി തങ്ങളെ പിൻപറ്റണം, അനുധാവനം ചെയ്യണം. മറ്റൊരു ഹദീസിൽ അഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ദീർഘമായ ഹദീസാണ്. സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് താങ്കളുടെ ശരീരത്തിന് എതിരിൽ എന്നെ നീ സഹായിച്ചാൽ താങ്കൾക്ക് സ്വർഗത്തിൽ എൻ്റെ റഫീഖാകാൻ വേണ്ടി അള്ളാഹിനോട് ഞാൻ ശുപാർശ ചെയ്തുകൊണ്ട് ആ സ്ഥാനം വാങ്ങിച്ചു തരാം, എൻ്റെ കൂടെ സ്വർഗത്തിലെ കൂട്ടുകാരനാക്കാം, അള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്ത് ഞാൻ ആ സ്ഥാനം വാങ്ങിച്ചു തരാമെന്ന് നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസാണ്, അതിൻ്റെ ഒരു അല്പഭാഗമാണ്. അപ്പോൾ തങ്ങളുടെ മുറാഫക്കത്താകണം സ്വർഗത്തിൽ, അതാണ് എനിക്ക് തങ്ങളോട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞാണ്, അള്ളാഹ്ക്ക് സുജൂദ് അധികരിപ്പിച്ചോ, എന്നാൽ എൻ്റെ കൂടെ സ്വർഗത്തിൽ വസിക്കാനുള്ള സ്ഥാനം അള്ളാഹിനോട് ചോദിച്ച് ഞാൻ വാങ്ങിച്ചു തരാം. ഇവിടെയൊക്കെ ഈ ഹദീസുള്ളത് അന്ന മഹബ്ബത്തല്ലാഹി മുലാസമത്തുൽ ഹുബ്ബി റസൂലിഹി, അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് റസൂലിൻ്റെ മഹബ്ബത്തിനോട് ലാസിമായതാണ്. അപ്പം അള്ളാഹിൻ്റെ മഹബ്ബത്ത് വേണമെങ്കിൽ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വേണം. വബിലഖ്സി റസൂലുള്ളാഹി തങ്ങളുടെ മഹബ്ബത്ത് വേണമെങ്കിലോ അള്ളാഹിൻ്റെ മഹബ്ബത്ത് വേണം. അപ്പോൾ ഇവ രണ്ട് വന്നഹുമാ മുതവാഫഖത്താനി അലാ ഇത്തിബാഇ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് രണ്ടും അള്ളാഹുവിന്റെ മഹബത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബത്തും ഇത് രണ്ടും നബിതങ്ങളെ പിൻപറ്റുന്നതിന്റെ മേലിലാണ്. അപ്പോൾ നബിസങ്ങൾ പിൻപറ്റിയാലേ അള്ളാഹുവിന്റെ മഹബത്ത് കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ മഹബത്ത് കിട്ടണമെങ്കിൽ നബിതങ്ങളെ മഹബത്ത് ചെയ്യണം, നബികളെ ഇത്തിബാ ചെയ്യണം. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാലേ അള്ളാഹുവിന്റെ മഹബത്ത് ലഭിക്കുകയുള്ളൂ. നബിതങ്ങളെ അനുധാവനം ചെയ്യണം. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിലെ 63-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുകയാണ്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, ഫൽയഹ്ദർ, ശരിക്കും സൂക്ഷിച്ചുകൊള്ളട്ടെ. ആര്? അല്ലദീന യുഖാലിഫൂന, എതിര് പ്രവർത്തിക്കുന്നവർ സൂക്ഷിച്ചുകൊള്ളട്ടെ. അൻ അംരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയോട് എതിര് പ്രവർത്തിക്കുന്നവർ സൂക്ഷിച്ചുകൊള്ളട്ടെ. എന്തിനെയാണ് സൂക്ഷിക്കേണ്ടത്? അൻ തുസീബഹും, അവർക്ക് വന്നു ഭവിക്കുന്നതിനെ സൂക്ഷിച്ചുകൊള്ളട്ടെ. ഫിത്ന, ആപത്ത്, വിപത്ത് അവർക്ക് വന്ന് ഭവിക്കുന്നതിനെ അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ അവർക്ക് വന്ന് ഭവിക്കുന്നതിനെ അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ. അപ്പോൾ നബിതങ്ങളുടെ കൽപ്പനയോട് എതിർ പ്രവർത്തിക്കുന്നവർ അവർക്ക് ആപത്തുണ്ടാകുന്നതിനെയോ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ വന്ന് ഭവിക്കുന്നതിനെയോ അവർ സൂക്ഷിച്ചുകൊള്ളാൻ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിലൂടെ നമ്മെ മനസ്സിലാക്കിയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സൂറത്തു നിസായിലെ 65-ാമത്തെ ആയത്തിൽ ഫലാ വറബ്ബിക, നബിയെ തങ്ങളുടെ രക്ഷിതാവിനെ തന്നെ സത്യം, ലാ യൂമിനൂന, അവർ വിശ്വാസികളാവുകയില്ല, ഹത്താ യുഹക്കിമൂക, താങ്കളെ അവർ വിധികർത്താവാക്കുന്നതുവരെ, താങ്കളെ അവർ വിധികർത്താവാക്കുന്നതുവരെ അവർ വിശ്വാസിയാവൂല. എന്തിൽ? ഫീമാ ഷജറ ബൈനഹും,
അവരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അതിന് പരിഹാരം കാണാൻ വേണ്ടി തങ്ങളെ അവർ വിധികർത്താവാക്കുന്നത് വരെ അവർ വിശ്വാസിയാവൂല. വിധികർത്താവാക്കിയെങ്കിലേ വിശ്വാസിയാവുകയുള്ളൂ. തീർന്നില്ല. സുമ്മലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ. പിന്നെ അവരുടെ മനസ്സുകളിൽ, അവരുടെ ഹൃദയങ്ങളിൽ ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാകാനും പാടില്ല. താങ്കൾ വിധികർത്താവാക്കും, അപ്പോൾ താങ്കൾ ഒരു വിധി പ്രഖ്യാപിക്കും. അതൊരാൾക്ക് അനുകൂലമായിരിക്കും, മറ്റൊരാൾക്ക് പ്രതികൂലമായിരിക്കും. അപ്പോൾ പ്രതികൂലമാകുന്നയാള് അയാളുടെ മനസ്സിൽ അതൃപ്തി ഉണ്ടാകാൻ പാടില്ല. അപ്പൊ വിധികർത്താവാക്കിയാൽ മാത്രം പോരാ, മനസ്സിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനും പാടില്ല. മിമ്മാ ഖലീത, താങ്കൾ വിധിച്ചതിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് അവരുടെ മനസ്സുകളിൽ ഒരു ബുദ്ധിമുട്ടും വരാനും പാടില്ല. വസല്ലിമു വയുസല്ലിമു തസ്ലീമ, മാത്രമല്ല തങ്ങളെ പൂർണ്ണമായും വഴിപ്പെടുന്നതുവരെയും അവർ മുഅ്മിനാവൂല. അപ്പൊ തങ്ങളെ വിധികർത്താവാക്കണം. അവരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ പരിഹാരം കാണാൻ വിധികർത്താവാക്കണം. തങ്ങൾ വിധിച്ച കാര്യത്തെ സംബന്ധിച്ച് അവരുടെ മനസ്സുകളിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. പരിപൂർണമായും തങ്ങളെ അവർ വഴിപ്പെടുകയും വേണം, അനുസരിക്കുകയും വേണം. അപ്പോഴേ നമ്മൾ മുസ്ലിം ആവുകയുള്ളൂ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് പാരായണം ചെയ്തു, നല്ല കാര്യമാണ്. ചെയ്ത നന്മക്ക് പ്രതിഫലം കിട്ടും. മധുഹകൾ ആലപിച്ചു, അന്നദാനം പ്രവാചകന്റെ പേരിൽ ചെയ്തു, നൽകി. ഘോഷയാത്രകൾ നടത്തി, ദാനധർമ്മങ്ങൾ ചെയ്തു, കുടുംബബന്ധം ചേർത്തു, ഖുർആൻ പാരായണം ചെയ്തു, പ്രവാചകരുടെ പേരിൽ സ്വലാത്തുകൾ ധാരാളമായി അധികരിപ്പിച്ചു. ഇതെല്ലാം പുണ്യമേറിയ കാര്യമാണ്. പക്ഷേ അതോടൊപ്പം മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല, നമ്മൾ തിരസ്കരിക്കാൻ പാടില്ല. പ്രവാചകന്റെ ഹറക്കാത്ത്, സക്കനാത്തുകൾ, അനക്കങ്ങൾ, അടക്കങ്ങൾ ഏത് രീതിയിലായിരുന്നോ, പ്രവാചകന്റെ ഇബാത്തുകൾ ഏത് രീതിയിലായിരുന്നോ, പ്രവാചകന്റെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, പ്രവാചകന്റെ സക്കാത്ത്, പ്രവാചകന്റെ ഹജ്ജ്, ഉംറ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു ആരാധനയിൽ മാത്രം പോരാ. ബിസിനസ് ആകട്ടെ, കുടുംബ ജീവിതമാകട്ടെ, അങ്ങനെ ഏത് ജീവിതത്തിന്റെ ഏത് നിഖില മേഖലകളിലും പ്രവാചകന്റെ ചര്യ എന്താണോ അതിനെ അനുധാവനം ചെയ്യാൻ നമുക്ക് നിർബന്ധമാണ്, അത്യന്താപേക്ഷിതമാണ്. എന്നാലേ നമ്മൾ പരിപൂർണ മുഅ്മിനാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായി അനുധാവനം ചെയ്യുന്നവരിൽ, ആ പ്രവാചകന്റെ മഹബത്ത് അതിലൂടെ കരസ്ഥമാക്കുന്നവരിൽ ദുനിയാവിലും ആഖിറത്തിലും പ്രവാചകനോടൊപ്പം ആ പ്രവാചകന്റെ ശഫാഅത്തിന് വിധേയരായി പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഇഹപര നന്മകൾ കൊയ്തെടുക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ പലരും ആറടി മണ്ണിന്റെ ചുവട്ടിലാണ്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു നരകത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ പലരും രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നവരാണ്, വസിയത്ത് ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെ പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. അർഹമുർ റഹീമിനായ തമ്പുരാൻ അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ദുരിതങ്ങൾ, രോഗങ്ങളെല്ലാം മാറ്റി ശരീരസുഖവും ആരോഗ്യവും നൽകിക്കൊണ്ട് ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമിനായ തമ്പുരാൻ മാരകമായ രോഗങ്ങളെ കൊണ്ട് നമ്മെയും നാമുമായി ബന്ധപ്പെട്ട ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.